വളരെ പ്രതീക്ഷാവഹമായ ഒരു ഉത്തരവല്ല, ഒരു നിരീക്ഷണം ഇന്നിപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. എന്ന് വെച്ചാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് സർക്കാരുകൾ നടപ്പിലാക്കുന്ന ഈ ബുൾഡോസർ രാജിനെതിരെ വളരെ നിർണായകമായ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് സുപ്രീം കോടതി. എന്ന് വെച്ചാൽ ഒരു കേസിൽ കുറ്റാരോപിതരായ ഒരാളുടെ കെട്ടിടം പൊളിക്കാൻ എന്ത് നിയമത്തിൻ്റെ പുറത്താണ് നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നത്? അതിന് നിയമപരമായി നിങ്ങൾക്ക് എന്ത് ഗ്രൗണ്ടാണുള്ളത് എന്ന് ചോദിക്കുകയാണ് കോടതി. ഇനിയിപ്പോൾ കുറ്റാരോപിതനായി എന്ന് തന്നെ വെക്കട്ടെ, അയാളെ ശിക്ഷിക്കാം. അതിനപ്പുറത്തേക്ക് അയാളുടെ കെട്ടിടവും അയാളുടെ വീടും അയാളുടെ ഭവനവും പൊളിച്ചു കളയാൻ നിങ്ങൾക്ക് എന്ത് ഗ്രൗണ്ടുണ്ട് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുന്നു. ഒപ്പം തന്നെ ഈ ബുൾഡോസർ രാജിന് രാജ്യവ്യാപകമായ ഒരു നിയമനിർമ്മാണം വേണമെന്നുള്ള ആവശ്യം കൂടി ഉന്നയിക്കുകയാണ് സുപ്രീം കോടതി. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞ ഒരു 2 വർഷത്തിനിടെ ഈ ബുൾഡോസർ രാജിലൂടെ തകർക്കപ്പെട്ട വീടുകളുടെ ഒരു എണ്ണവും ഭവനരഹിതരായ ആളുകളുടെ കണക്കൊക്കെ പുറത്തുവന്നത്. അപ്പോൾ ഇതിന് ഇരകളാക്കപ്പെടുന്ന എത്രയോ പേർ രാജ്യത്താകമാനം നിലനിൽക്കുകയാണ്. ഈ സുപ്രധാനമായൊരു നിരീക്ഷണം സുപ്രീം കോടതി ഭാഗത്ത് അതുകൂടി സംസാരിക്കുകയാണ് നമ്മൾ. സാർ, സുപ്രീം കോടതിയിൽ നിന്നുള്ള ആ ചോദ്യം എത്ര പ്രതീക്ഷാവഹമായ ഒന്നാണ്? സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഈ നിലപാടെടുക്കുന്നത് ആദ്യമല്ല. മുൻപും സമാനമായ നിലപാടെടുത്തിട്ടുണ്ട്. നമുക്കറിയാം, ജഹാംഗീർപുരിയിലെ ഈ തരത്തിലുള്ള ഒരു ഡിമോളിഷൻ സ്റ്റേ ചെയ്തിട്ടുണ്ട്. സുപ്രീം കോടതിയാണത് അതിനകത്ത് ഇടപെട്ടത്. വൃന്ദക്കാരായിട്ട് ചെന്ന് കേസ് കൊടുക്കുകയും തടയാൻ ശ്രമിക്കുക. അതിനിടയിൽ വൃന്ദക്കാരായിട്ട് കോടതിയെ മൂവ് ചെയ്തിട്ട് അത് തടയുകയൊക്കെ ചെയ്തത് അങ്ങനെയാണ്. പക്ഷേ ഇന്നത്തെ ഇടപെടലിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് അത് കുറേ കൂടി കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു നിലയിലേക്കാണ് അത് പോയിരിക്കുന്നത്. അത് കേവലം ഇതുപോലെ തകർക്കുന്ന നടപടിയോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തുക എന്നതിൽ കവിഞ്ഞ് അതിനകത്ത് എല്ലാ പാർട്ടികളെയും ഉൾപ്പെടുത്തി, അതിനകത്ത് ഈ പറയുന്ന കേസുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ കക്ഷികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിനൊരു പൊതുവായ നയം രൂപീകരിക്കണം എന്നുള്ള നിലയിലേക്കാണ് സുപ്രീം കോടതി പോയിരിക്കുന്നത്, 2 അംഗ ബെഞ്ച്. പക്ഷേ ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സൈഫു, ഇപ്പോൾ അങ്ങനെ ചർച്ച ചെയ്തൊരു നയം രൂപീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇതിനകത്ത് കുറച്ച് കൺസേൺസ് സ്വാഭാവികമായിട്ടും വരും. രാജ്യത്താകെ ബാധകമായ അക്രോസ് സ്റ്റേറ്റ്സ് ഇങ്ങനെയുള്ള ചില നടപടിക്രമങ്ങളും അല്ലെങ്കിൽ ചില മാർഗനിർദ്ദേശങ്ങളും ഒക്കെ നടപ്പാക്കുക എന്ന് പറയുന്നത് ഏത് തരത്തിലാണ് പ്രയോഗത്തിൽ വരിക എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം സംസ്ഥാനങ്ങൾ പലതും അങ്ങനെയാണ്. ഇപ്പോൾ UPയെ സംബന്ധിച്ചിടത്തോളം ഈ ബുൾഡോസർ രാജ് എന്ന് പറയുന്നത് ഭരണ മികവായി അവതരിപ്പിച്ചുകൊണ്ടാണ് യോഗി തെരഞ്ഞെടുപ്പിൽ 2ാമത് മത്സരിച്ചത്. ആദ്യഘട്ടത്തിലെ ഈ ബുൾഡോസർ രാജ് നടത്തുന്ന ഏക സംസ്ഥാനം ഞങ്ങളാണ്, ഏറ്റവും വലിയ രീതിയിലുള്ള ക്രിമിനൽസിനെ ഹാൻഡിൽ ചെയ്യുന്ന സംസ്ഥാനം എന്നൊക്കെ പറഞ്ഞ് വലിയ അവകാശവാദങ്ങൾ ആണ് തിരഞ്ഞെടുപ്പ് രംഗത്ത് 2ാമത് യോഗി നിരത്തിയത്. ആ നിലയിൽ ഇത് വലിയൊരു നേട്ടമായി കാണുന്ന, സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ അണികളെ ആവേശം കൊള്ളിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഹിന്ദുത്വ അണികളെ മുഴുവൻ ആവേശം കൊള്ളിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഈ ക്രിമിനൽസിൻ്റേതെന്ന പേരിൽ ചില ആളുകളുടെ വീടുകളും കെട്ടിടങ്ങളും തകർക്കുക എന്ന് പറയുന്നത്. അതിന് ഒരു മാർഗമുണ്ടാവുക അല്ലെങ്കിൽ അതിന് വ്യവസ്ഥാപിതമായ ഒരു രീതി ഉണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കത് ഒട്ടും കംഫർട്ടബിളായിട്ട് എടുക്കാൻ കഴിയുന്നില്ല. പക്ഷെ അതേസമയം തന്നെ ഒരു കേസിൽ കുറ്റാരോപിതനാവുകയോ അല്ലെങ്കിൽ പ്രതി ചേർക്കപ്പെടുകയോ FIRൽ പേര് വരികയോ ഇനി കുറ്റവാളിയാണെന്ന് തന്നെ തീരുമാനിക്കപ്പെടുകയോ ചെയ്യുന്ന ഒരാളുടെ വീട് തകർക്കാൻ നിയമപരമായി ആർക്കും അവകാശമില്ല എന്ന് സുപ്രീം കോടതി വളരെ കൃത്യമായി തന്നെ ഇന്ന് പറഞ്ഞിരിക്കുന്നു. അതിന് എന്തെങ്കിലും തരത്തിലുള്ള നിയമപരമായ വ്യവസ്ഥ ആവശ്യമാണ്. അല്ലാതെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾക്ക് ചെന്ന് അയാളുടെ വീട് തകർക്കാൻ കഴിയില്ല. അയാൾ ശിക്ഷിക്കപ്പെട്ടാൽ പോലും, അയാൾ കുറ്റവാളിയാണെന്ന് സ്ഥാപിക്കപ്പെട്ടാൽ പോലും അത് കഴിയില്ല. അതിന് നിയമപരമായ മാർഗങ്ങൾ സ്വീകരിച്ചേ മതിയാകൂ എന്നാണ്. ഈ നിയമപരമായ മാർഗങ്ങൾ എന്താണ്? ഒരു നോട്ടീസ് നൽകുക എന്നുള്ളത് മാത്രമല്ല, ഇത്ര ദിവസങ്ങൾ നിങ്ങൾ വീടൊഴിഞ്ഞു പോകണം എന്നുള്ളത് നോട്ടീസ് നൽകുക. അതാണ് UPയിൽ യോഗി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ നിയമപരമായി തന്നെയാണ് നീങ്ങിയത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ നോട്ടീസ് നൽകുന്ന കാര്യത്തിലാണ്. പല കാര്യങ്ങളും അതിൽ പരിശോധിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് എന്താ പറയുക, നിയമവിരുദ്ധമായ കെട്ടിടമാണ് അതെങ്കിൽ പൊളിച്ചു നീക്കാനുള്ള ഉത്തരവ് അത് നടപ്പാക്കാം എന്നുള്ളതല്ലാതെ ഒരാൾ കുറ്റവാളിയാണ് അയാൾ എന്നതുകൊണ്ട് അയാളുടെ വീട് ഇടിച്ചു നിർത്താൻ കഴിയില്ല. ഇപ്പോൾ അലഹബാദിൽ തന്നെ വന്നിട്ടുള്ള കേസുകൾ വളരെ വിചിത്രമായ സാധനം. ഇപ്പോൾ ഒരു കെട്ടിടത്തിൽ താമസിക്കുന്ന ഒരാളുടെ വാടകയ്ക്ക് താമസിക്കുന്ന ഒരാളാണ്. വാടകയ്ക്ക് താമസിക്കുന്ന ഒരാളുടെ മകൻ
പിന്നെ കുറ്റവാളിയാണ്, ഏതോ കേസിൽ പെട്ടുപോയി എന്നുകൊണ്ട് ആ കെട്ടിടം അയാളെ അവിടുന്ന് ഓടിക്കുക, അയാളുടെ കെട്ടിടം തകർക്കുക തുടങ്ങിയ നിലയിലേക്കുള്ള സംഗതികളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കേസുകൾ ഒരുപാട് നമുക്ക് തന്നെ അറിയാം. വെൽഫെയർ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ ബുൾഡോസിങ് നടന്നത് നമുക്ക് ഓർക്കാം. പിന്നെ ഒരു കേസിൻ്റെ സമയത്ത് ജാവേദ് അഹമ്മദ്, അതെ ജാവേദ് അഹമ്മദ്, പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇയാളുമായിട്ട് നൂറിനെതിരായിട്ടുള്ള പ്രതിഷേധം അല്ലേ ആ സമയത്ത്, അതെ നൂപുർ ശർമ്മയ്ക്കെതിരായിട്ടുള്ള പ്രതിഷേധം. എനിവേ ഇത് കാലാകാലമായി യു പിയിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും കൂടി വ്യാപിച്ചിരുന്നു ഒരു ഘട്ടത്തിൽ. നമുക്കറിയാവുന്ന പോലെ പിന്നെ മധ്യപ്രദേശിലുണ്ടായിട്ടുണ്ട്, പിന്നെ ഗുജറാത്തിൽ നടപ്പാക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരെയുള്ള കാലഘട്ടത്തിൽ പല സംസ്ഥാനങ്ങളിലും ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. യു പിയിൽ ആരംഭിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് ഒരു തടയിടാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഇടപെടലാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനിടയിൽ എപ്പോഴാണെന്ന് വെച്ചാൽ സുപ്രീം കോടതി ഒരു കേസ് വന്ന സമയത്ത് യു പിയിൽ തന്നെ ഒരു പിന്നെ ഒരാളുടെ വീട് ഇടിച്ചു തകർത്ത കേസിലെ പ്രതിക്ക് ജാമ്യം നൽകുന്നതിനെ യു പി പോലീസ് തന്നെ എതിർത്തിട്ടുണ്ട്. അപ്പോൾ സുപ്രീം കോടതി ചോദിക്കുന്നുണ്ട്, അതെന്താ അത്ര വലിയ കുറ്റകൃത്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ പിന്നെ വീട് ഇടിച്ച് തകർക്കുന്നതിൽ അത് അത്ര വലിയ SK കൗളായിരുന്നു അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, അപ്പോൾ അഭിഭാഷകൻ പുഞ്ചിരിച്ചുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. ഞാൻ ഈ കേസിൻ്റെ കാര്യത്തിൽ മാത്രമാണ് പറയുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞൊഴിഞ്ഞത്. അപ്പോൾ അതൊരു നയമെന്ന നിലയിൽ നിങ്ങൾ അതല്ലേ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് സുപ്രീം കോടതി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സുപ്രീം കോടതി ഒരു കാരണവശാലും നിയമവിരുദ്ധമായ ഈ നടപടികളെ അംഗീകരിക്കാൻ തയ്യാറല്ല. സുപ്രീം കോടതിക്ക് കഴിയില്ല. പക്ഷേ നിയമവിധേയമായി ഇത് ഏതെങ്കിലും രീതിയിൽ നടപ്പാക്കുന്ന അവസ്ഥ വന്നാൽ, സുപ്രീം കോടതി അത് അംഗീകരിക്കുന്ന സ്ഥിതി വന്നാൽ അത് അപകടകരം തന്നെയാണ് എന്ന് പറയേണ്ടി വരും. അജിംസ്, ഇതിപ്പോൾ ഈ ബുൾഡോസർ രാജ് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയാണ്. ഈ ചോദ്യങ്ങളൊക്കെ അതിനപ്പുറത്തെ കാര്യത്തിൽ ഒരു പ്രതീക്ഷാവമായി വിധിയോ ഉത്തരവോ വരുമെന്ന് പ്രതീക്ഷിക്കണോ? സേഫു, ഈ സംഭവങ്ങളൊക്കെ നടക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, കോമൺ ആയിട്ടുള്ള പ്രത്യേകത. അതെല്ലാം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. ഓക്കെ, അതിന് ഇരകളാകുന്ന മനുഷ്യരാരാണ് എന്നുകൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. ആരാണ് ഇതിന് ഇരകളാവുന്നത്? ഇത് നമ്മൾ ഈ ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റിൽ ഒരു പുതിയ പദപ്രയോഗമുണ്ടല്ലോ, വീടുകൾ തകർക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ ഒരു പണിയാണ്. ആളുകളെ കൊല്ലുക എന്നോടൊപ്പം വീടുകൾ ഇല്ലാതാക്കുക. അപ്പോൾ അവിടെയുള്ള 70% ഗസയിലെ 70% വീടുകളും തകർക്കപ്പെട്ട് കഴിഞ്ഞു, മനുഷ്യർ താമസിക്കുന്ന വീടുകൾ. ഇവിടെ നോക്കുക, ഇവിടെ ഒരുതരം വൈരാഗ്യം പോലെ മനുഷ്യരുടെ വീട് തകർക്കുകയാണ്. ആരുടെ വീടുകളാണ്? മധ്യപ്രദേശിൽ ഒരു രാംനവമിക്ക് അനുബന്ധിച്ചുണ്ടായ ഒരു കലാപം ഉണ്ടായി. അതിൽ ഇലക്ട്രിക് ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ, അവന് ഇലക്ട്രിക് ജോലി ചെയ്തുകൊണ്ടിരിക്കുക ഷോക്കടിച്ച് 2 കൈകളും നഷ്ടപ്പെട്ടാണ്. രാമനവമിക്കെതിരെ കല്ലെറിഞ്ഞു എന്നതിൻ്റെ പേരിൽ അവൻ നടത്തിക്കൊണ്ടുവരുന്ന പാൻ ഷോപ്പ് തകർത്ത് കളഞ്ഞു. 2 കൈയില്ലാത്ത മനുഷ്യൻ എങ്ങനെ കല്ലെറിയുമെന്നുള്ള ചോദ്യം ചോദിക്കാൻ കോടതിയൊന്നുമില്ല, കോടതിയിൽ പോകുന്നില്ല കേസ്. അവനെതിരെ FIR ഇടുന്നു, അവൻ്റെ പാൻ ഷോപ്പ് തകർത്ത് കളയുന്നു. ഈ മനുഷ്യരെയാണ് ഇവർ ദ്രോഹിക്കുന്നത്. ഇപ്പോൾ ഈ പ്രയാഗ്രാജിലെ സംഭവം പറഞ്ഞു. പ്രയാഗ്രാജിൽ നൂപുർ ശർമ്മയുടെ വിവാദ പരാമർശത്തെ തുടർന്നുണ്ടായ ഒരു പ്രൊട്ടസ്റ്റ്, ആ പ്രൊട്ടസ്റ്റിൽ കല്ലേറുണ്ടായി. അപ്പം ആ കല്ലേറുണ്ടായപ്പോൾ അഫ്രീൻ ഫാത്തിമ എന്ന് പറയുന്ന ഒരു ആക്ടിവിസ്റ്റ് ഉണ്ട്. അവർ ജെഎൻയുവിലൊരു ആക്ടിവിസ്റ്റായിരുന്നു. അവരുടെ വീടാണ് തകർക്കുന്നത്. അവരുടെ വീടെന്ന് പറഞ്ഞാൽ ആ കല്ലേറിൽ പ്രതി ചേർക്കപ്പെട്ടത് അവിടുത്തെ വെൽഫെയർ പാർട്ടിയുടെ നേതാവായ ജാവേദ് മുഹമ്മദാണ്, അതായത് അഫ്രീൻ ഫാത്തിമയുടെ പിതാവ്. അപ്പോൾ ആ വീട് ആരുടെയാണ്? ആ വീട് അഫ്രീൻ ഫാത്തിമയുടെ ഉമ്മയുടെ, അതായത് ഈ ജാവേദ് അഹമ്മദിൻ്റെ അമ്മയ്ക്ക് ആൻസെസ്ട്രൽ സ്വത്തായിട്ട് കിട്ടിയ വീടാണ്. പരമ്പരാഗതമായിട്ട് അവരുടെ ഫാദറിൽ നിന്ന് കിട്ടിയ വീടാണ്. അതായത് ഈ പ്രതിയായ ജാവേദ് മുഹമ്മദിന് ആ വീട്ടിൽ ഒരു ബന്ധമില്ല. എന്താണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയോടൊപ്പം ആ വീട്ടിൽ താമസിക്കുന്നതല്ലാതെ ആ വീടിൻ്റെ ഉടമസ്ഥതയിൽ ഒരു ബന്ധമില്ലാത്ത ആ വീട് തകർത്ത് കളയുന്നു. അതിന് കാരണം, അപ്പോൾ ഇത് കോടതിയിൽ അവർ ചോദ്യം ചെയ്തു, വീട് തകർത്തതിനെതിരെ അലഹാബാദ് ഹൈക്കോടതി ചോദ്യം ചെയ്തു. അപ്പോൾ ഒരു കാരണം പറയുന്നത്, ആ വീടിൻ്റെ മുമ്പിൽ ജാവേദ് M എന്ന് നെയിം ബോർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ കോടതി ചോദിച്ചു, അതിന് ആ വീടിൻ്റെ മുകൾ നിലയിൽ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ എന്നൊരു ബോർഡ് ഞങ്ങൾ കണ്ടു. അപ്പോൾ എന്താണ്, ഈ വീട്ടാവശ്യത്തിന് വേണ്ടിയുള്ളൊരു വീട്ടിൽ കമേഴ്ഷ്യൽ പർപ്പസിന് അവർ ഉപയോഗിച്ചു, അതുകൊണ്ടാണ് ഞാൻ തകർത്തത്. അത് എന്തിനാണ് തകർത്തതെന്നുള്ള ചോദ്യത്തിനാണ്. ഒന്ന് ആലോചിച്ച് നോക്കാം. സ്വന്തം വീട്ടിൽ അവർ പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ പേര് എഴുതി വെച്ചു എന്നുള്ളതാണ് നിയമവിരുദ്ധത എന്നാണ് കോടതിയിൽ അവർ വാദിക്കുന്നത്. ഇതിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും, ഇപ്പോൾ ജഹാംഗീർപൂരിൽ നമ്മൾ കണ്ടാണ്, അന്ന് ബൃന്ദാക്കാരായിട്ട് ബുൾഡോസറിൻ്റെ മുമ്പിൽ കയറി നിൽക്കുന്നത് നമ്മൾ കണ്ടാണ്. അപ്പോൾ ഈ കേസ് സുപ്രീം കോടതി, ഇപ്പോൾ സാറ് പറഞ്ഞു സുപ്രീം കോടതി പല ഘട്ടങ്ങളിൽ അതിന് വിമർശിക്കുന്നുണ്ട്. ഈ കേസ് ഇപ്പോൾ 2-3 വർഷമായിട്ട് സുപ്രീം കോടതി മുമ്പിലുള്ളതാണ്. ഒന്ന് ജമിയത്തുൽ ഉലമായ ഹിന്ദ് എന്ന് പറഞ്ഞ സംഘടന കൊടുത്തൊരു ഹർജി, അതുകൂടെ ബൃന്ദാക്കാരായിട്ട് വ്യക്തിപരമായിട്ട് കൊടുത്തൊരു ഹർജിയുണ്ട്. വ്യക്തമായ പ്രത്യക്ഷത്തിൽ തന്നെ നീതി നിഷേധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് നമുക്ക് നിയമവിരുദ്ധമായ ഒരു കാര്യമാണെന്ന് ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും, ഇനിയിപ്പോൾ BJP-കാരോട് ചോദിച്ചാൽ പോലും, ഒരു BJP പ്രവർത്തനങ്ങളോട് ചോദിക്കുകയാണ് ഈ ചെയ്യുന്നത് ശരിയാണെന്ന് ചോദിച്ചാൽ ഒരിക്കലും അവർ അതിനെ സപ്പോർട്ട് ചെയ്യില്ല. ഒരു മനുഷ്യൻ കേസിൽ പ്രതി അവൻ്റെ വീട് ഇടിച്ചു ചേർത്തുക എന്ന് പറഞ്ഞാൽ ഏത് നിയമപ്രകാരമാണ്, ഏത് നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ്? ഏതെങ്കിലും കോടതി പറഞ്ഞിട്ടാണോ? അല്ലല്ലോ.
തികച്ചും പ്രതികാര ബുദ്ധിയോടെ, രാഷ്ട്രീയ പ്രതികാര ബുദ്ധിയോടെ ചെയ്യുന്നതാണെന്ന് എല്ലാ മനുഷ്യർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണത്. എന്നിട്ട് കോടതി എന്താ ചെയ്തത്? എത്ര വർഷമായി കേസ് കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്നു? കോടതിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും? ഇപ്പോൾ കോടതി പറയുന്നത് നിങ്ങൾക്കൊരു സർക്കാരിനൊരു വീട് ഇടിച്ച് നിരത്തണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിന് ഒരു പാൻ ഇന്ത്യ ഡയറക്റ്റീവ്സ് ഉണ്ടാക്കണം. അതുകൊണ്ട് എല്ലാ കക്ഷികളിൽ നിന്നും ഇൻപുട്ട് തെളിയിക്കുകയാണ് ഇപ്പോൾ കോടതി. അതായത് ചിലപ്പോൾ നിയമവിരുദ്ധമായൊരു കെട്ടിടമുണ്ട്. അപ്പോൾ നമ്മൾ മൂന്നാറിലെ കണ്ടതുപോലെ നിയമവിരുദ്ധമായി ഉണ്ടായ കെട്ടിടം ഒരു സർക്കാരിന് താർക്കേണ്ടി വരും. പക്ഷേ അതൊരു കേസിൽ പ്രതിയാവുന്നതിന് പ്രതികാരമായിട്ട് ചെയ്യുന്നു എന്നുള്ളതാണല്ലോ ഇവിടുത്തെ പ്രശ്നം. ശരിക്കും കോടതി അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ പരിപാടി ഇവിടെ നിർത്തണം എന്നാണ് പറയുന്നത്. കുറച്ച് നാളത്തെ നിങ്ങളിപ്പോൾ ഈ ഡെമോളിഷൻ ഡ്രൈവ് നിർത്തി വേണമെന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്യേണ്ടിയിരുന്നു. ഈ 3 വർഷത്തിനിടയിൽ തന്നെ എത്ര വീടുകൾ നശിപ്പിച്ചു? ഈ കഴിഞ്ഞ ആഴ്ച തന്നെ എത്ര വീടുകൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്? അപ്പോൾ ഒരു വീട് നശിപ്പിക്കുക എന്നുള്ളത് വളരെ നിസ്സാരമായ കാര്യമല്ല, ഒരാളുടെ ജീവിതമാണ്. അതായത് ജീവിക്കാനുള്ള അവകാശം എന്ന് പറയുന്ന ഭരണഘടന നൽകുന്ന അവകാശത്തിൻ്റെ ഭാഗമാണത്. അത്തരം ഒരു ഹർജിയിലാണ് ഈ സുപ്രീം കോടതി എന്ത് ചെയ്യുന്നത്? 3 വർഷമായിട്ട് ആ ഹർജി നോക്കിയിട്ട് ഇപ്പോൾ ഡയറക്റ്റീവ്സ് ഇറക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇത് സുപ്രീം കോടതി വളരെ മുമ്പേ തന്നെ ഈ ഹർജി ലഭിക്കുമ്പോൾ തന്നെ അടിയന്തരമായി ഇടപെടേണ്ട ഒരു സംഭവമായിരുന്നു. ഈ 3 വർഷം ഇത് വൈകി. ഇനി ഞാൻ സുപ്രീം കോടതിയിൽ നിന്ന് പ്രതീക്ഷിച്ചതല്ല, ഈ ഡയറക്റ്റീവ്സ് ഇറക്കണമെന്ന് പറയുന്ന കോടതി ഈ കേസിലെ കോടതി വിധി വരുന്നത് വരെ രാജ്യത്ത് ഒരു കെട്ടിടവും പൊളിക്കാൻ പാടില്ല. ഇനി ഇല്ലീഗലാവട്ടെ, പൊളിക്കാൻ പാടില്ല എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിലും അത് കുറച്ചുകൂടി ആശ്വാസമാണ്. ഞാൻ പറയുന്ന ഈ ഹർജികൾ തീർപ്പാക്കുന്നവരെ ഇനി എത്ര വീടുകൾ പൊളിക്കുമെന്നാണ് നമ്മൾ നോക്കിയിരിക്കേണ്ടത്. തീർച്ചയായും അങ്ങേയറ്റം നിയമവിരുദ്ധമായ ബുൾഡോസർ രാജിൽ കൃത്യമായ ഇടപെടൽ കോടതി നടത്തണമെന്ന് സാമൂഹ്യ പ്രവർത്തകരുടെയൊക്കെ ഭാഗത്ത് നിരന്തരം ഉയരുന്ന ഒന്നായിരുന്നു. അത് ഇത്രയും വൈകിയത് തന്നെ നിരാശാജനകമാണ്. ഇനിയെങ്കിലും വേഗത്തിൽ ഒരു ഉത്തരവ് നമുക്ക് കോടതിയുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാം. ഔട്ട് ഓഫ് ഫോക്കസ് അവസാനിക്കുന്നു. നാളെ വീണ്ടും ഇരിക്കാം. നമസ്കാരം.